PC ജോർജ് ചേരുന്നു. PC, താങ്കൾ കണ്ടു കാണുമല്ലോ ML ലോറൻസിൻ്റെ മൃതദേഹം അന്ത്യയാത്ര അത് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു PC? എന്റെ നമ്പ്യാര്, എനിക്ക് സത്യത്തിൽ സഹതാപവും പ്രതിഷേധവും ശക്തമായ അമർഷവും തോന്നുന്നുണ്ട്. ML ലോറൻസ് എന്ന് പറഞ്ഞാൽ 90 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്. 100 വയസ്സിൽ അടുക്കുന്നു. ഇത്രയും സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ PS മാത്രമേ ഉള്ളൂ. PS പറയുന്നത് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത കിടപ്പിലാണ്. അപ്പം ഇത്രയും സീനിയറായ നേതാവ് എറണാകുളം ജില്ലാ സെക്രട്ടറി വരെ ആയിരുന്നു. എറണാകുളത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ പഠിക്കുന്ന കാലം പോലെ അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. 71 മുതൽ എനിക്ക് ബന്ധമുണ്ട്. അവനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിച്ച് പള്ളിയെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം പള്ളി പോകാൻ ബന്ധമുണ്ടായിരുന്നു. മക്കളെ കല്യാണങ്ങൾ പള്ളി വെച്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ സംസ്കാരം ഭാര്യ പള്ളിയിലാണ് അടക്കിയിരിക്കുന്നത്. പിന്നെ ഒരു മകൾ വളരെ നിർബന്ധമായും എന്റെ അപ്പനാണ് കടപ്പടി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, പള്ളിയിൽ അടക്കണം എന്ന് പറയുമ്പോൾ ഒരു മകനാണ് വലിയൊരു വിപ്ലവമായിട്ട് മാറി. അത് തന്നെ തലയ്ക്ക് വേറിയില്ലാത്തത്. അതുകൊണ്ടാണ് മനസ്സിലായില്ല. സമൂഹത്തിൽ ചില മാന്യതകളൊക്കെ ഇല്ലേ, ആ മാന്യത പാലിക്കാണ്ട് മര്യാദ കാണിക്കണ്ടേ. എവർ കമ്മ്യൂണിസ്റ്റുകാരനാണ് ലോറൻസിന്റെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്താൻ പാടില്ലെന്ന് പറയാം. അവനാണ് അവകാശം. ലോറൻസ് വേറെ പിള്ളേരില്ലേ, മക്കളുടെ അഭിപ്രായം കൂടെ ചോദിക്കണ്ടേ. ഒരു മകൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടില്ല പറയുന്നത് പള്ളിയിൽ അടക്കണം എന്ന അഭിപ്രായം പറഞ്ഞു. പിന്നെ നിശ്ചയിച്ച കാര്യമുണ്ടോ? എന്റെ അച്ഛന്റെ ശരീരം കീറി മുറിച്ച് പഠിക്കാൻ വേണ്ടി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഒരു മകനോ മകളോ പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ബാധ്യത മറ്റുള്ളവർക്കില്ലേ? ഒരു മര്യാദ വേണ്ടേ? ഏതായാലും ഇതൊക്കെ വളരെ ദയനീയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം തന്നെ. എന്താ പറയുന്നത്? ഇതൊക്കെ കൂട്ടുനിന്ന് ഗവൺമെന്റ് കൊടുക്കരുത്. ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന അവരുടെ കുടുംബത്തിലെ വഴക്കാണത്. പക്ഷെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായത്. കോടതിയുടെ തീരുമാനം വരട്ടെ, നമുക്ക് നോക്കാം. അല്ല PC, ഈ പാർട്ടിക്ക് സഭയോടുള്ള ആത്യന്തികമായി പാർട്ടിക്ക് സഭയോടുള്ള ആ എതിർപ്പ് ആണോ? എന്താണ് ഇതിൽ നിഴലിക്കുന്നത്? ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും ക്രൈസ്തവ സഭയ്ക്ക് എതിരാണ്. ഞാൻ പറയും, മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒത്തിരി നാൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആളാകൊണ്ട് പറയുക. ക്രൈസ്തവ സഭയ്ക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് CPM. അവരുടെ ഭൗതിക മതത്തിലല്ലോ ഇത് ആത്മീയതയിൽ നിൽക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ സമൂഹം. അപ്പൊ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി പിന്നെ എന്തിനാണ് ഈ പിണറായി മാണി ഗ്രൂപ്പിനെ എപ്പോഴും അവിടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അവരത് പുറത്താക്കട്ടെ, അയച്ചാലും തന്നെ ഭരിക്കട്ടെ. ഇതൊക്കെ മര്യാദയുടെ ഇടപാട്. ഇത് തീരാൻ പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം വന്ന് ബംഗാളിൽ എന്തുണ്ട് ഇപ്പോൾ ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3000-ഓളം ഓഫീസ് മുഖ്യമന്ത്രി പാർട്ടിയുടെ ഓഫീസായി മാറി CPMന്റെ. മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെ മാറുന്നത് കാണാൻ കഴിയും. അത് കേരളത്തിൽ മാറുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവാണ്. വളരെ വ്യതികെട്ട ഗതികളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവാണ്. എന്തൊരു ഒരു തർക്കം തന്നെ അറിയാൻ പാടില്ല. ഞാൻ മറ്റു വിഷയത്തിൽ ഒന്നും കിടക്കുന്നില്ല. ഏതായാലും ഇത്രയും സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ സീനിയറായ ഒരു മനുഷ്യൻ, ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷേത്രത്തിൽ പോയിരുന്നല്ലോ, അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. കോടിയേരി ഭാര്യ കോടിയേരി ഭാര്യ പോകുമായിരുന്നല്ലോ. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ അഭിപ്രായം പറയാമെന്ന് ദൈവവിശ്വാസത്തെ അവർ അപമാനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMSന്റെ കാലം കഴിഞ്ഞു, കെ നായനാരുടെ കാലം കഴിഞ്ഞു. ഇപ്പോ പിണറായിയുടെ കാലമായപ്പോ ആ കാലമായി കഴിയുമ്പം ക്രിസ്ത്യൻ സമുദായത്തെ അപമാനിക്കുന്ന നിലയിലേക്ക് മാറി. ദൈവവിശ്വാസികളെ അപമാനിക്കും. ഇത് വളരെ മോശമാണ്. അതിന്റെ ഭാഗമാണല്ലോ ശബരിമല ഉണ്ടായത്. അതെ, ശബരിമല വിശ്വാസപ്രകാരം സ്ത്രീകൾ കയറാൻ പാടില്ലെന്നുള്ളത് സ്ത്രീകളെ കയറ്റാൻ ബലമായിട്ട് പോലീസിനെ കൊണ്ട് പോയവരെ പിണറായി. ഈ വിശ്വാസികളെ തകർക്കുക, ആ അവിശ്വാസികളെ പുയർത്തി കാട്ടുക. എവിടെയുണ്ട് അവിശ്വാസി? 100% ജനങ്ങളിൽ 1.5% കാണും ആ മാക്സിമം അവിശ്വാസികളും അന്ധവിശ്വാസികളും. ബാക്കി മുഴുവൻ വിശ്വാസികളാണ്. ഒന്ന് ഹൈന്ദവ വിശ്വാസവും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസവും, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസവും ഉണ്ട്. അവിടെ സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട പട്ടികവർക്കാർ അവർ പള്ളിയിൽ പോകുന്നവർ, ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. ഇവരെയൊക്കെ അടിച്ച് പിണറായി ഇപ്പം എല്ലാവരെയും കമ്മ്യൂണിസ്റ്റുകാരാക്കാൻ തുടങ്ങിയാൽ ഇതൊന്നും ഇല്ലാതാകാൻ പോവുക. ഒരു ഉദാഹരണമല്ലേ നമ്മുടെ ശബരിമല ഇഷ്യൂ. CPMന് എത്രയോ മഹിളാ അസോസിയേഷൻ ഇപ്പൊ എത്രയോ മഹിളകളുള്ള പാർട്ടിയാ. ഒരൊറ്റ സ്ത്രീയെ ഇന്ന് വരെ ആ ശബരിമല കയറാൻ ചെന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിണറായി എന്തിനാ പിന്നെ വഴക്കുണ്ടാക്കിയത്? അപ്പൊ ബലമായിട്ട്
വിശ്വാസികളെ അപമാനിക്കാനുള്ള എന്തെല്ലാം കിട്ടും അതെല്ലാം ചെയ്യുക എന്ന നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിക്കണോ എന്ന് ഇനി അധപ്പതിച്ചു. ഇനി അത് ചിന്തിച്ച് അത് അധപ്പതിക്കുന്നുള്ള കാര്യം കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, പി സി ജോർജ്.